ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു സൈലം SSC RRB. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SSC CPO എക്സാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ജോലി സാധ്യതകളും അവയുടെ സാലറി ആൻഡ് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ CPO എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കണം. ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റിൽ യൂണിഫോം ജോലി ലഭിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് SSC CPO എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കലണ്ടർ, അതായത് SSC കലണ്ടർ 2025 വന്ന സമയത്ത് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്, അതായത് CPO എക്സാമിന്റെ 2025 നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് 2025 മെയ് 16 അപ്പോൾ 2025 മെയ് 16 മുതൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് ജൂൺ 14 വരെ ആയിരിക്കും. 2025 ജൂൺ 14 വരെ നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇതിന്റെ Tier 1 എക്സാം നടക്കാനിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് 2025 ആ ഒരു സമയത്തായിരിക്കും. ആൻഡ് ഇതിന്റെ അതല്ലാതെ ബേസിക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഡിഗ്രി ആണ്. ഏതൊരു ഡിഗ്രി ഹോൾഡേഴ്സിനും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 20 മുതൽ 25 വരെ ആയിരിക്കും നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാറ്റഗറിക്കൊക്കെ. ജനറൽ കാറ്റഗറിക്ക് 20 മുതൽ 25 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവർക്ക്, അതായത് റിലാക്സേഷൻ വരുന്ന ആളുകൾ OBC, SC or ST കാറ്റഗറിക്കൊക്കെ അവരുടേതായിട്ടുള്ള റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷം, SC or ST ആണെങ്കിൽ 5 വർഷം, പിന്നെ PWD അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിക്കും അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ, നോർമൽ ആയിട്ടുള്ള ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതായിരിക്കും. ദെൻ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു Tier 1 എക്സാം വരുന്നുണ്ട്. Tier 1 എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, PST or PET എന്ന് പറയും. PST or PET എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെയാണ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, ചെറിയ രീതിയിൽ ഫിസിക്കലൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് Tier 2 വരുന്നുണ്ട്. Tier 2 എന്ന് പറയുന്നത് Tier 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് DME എന്ന് പറയും, ഡീപ്പ് മെഡിക്കൽ എക്സാമിനേഷൻ. DME എന്ന് പറഞ്ഞിട്ടൊരു ഡീപ്പ് മെഡിക്കൽ എക്സാമിനേഷൻ, അതായത് അത് സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾക്കാണ് കേട്ടോ. Tier 2 എക്സാമും കഴിഞ്ഞ് സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് PST, PET ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പം ഇനി എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ Tier 1 നമുക്ക് വരുന്നത് 4 സബ്ജക്ട്സ് ആണ് വരുന്നത്, 4 ടോപ്പിക്സ് ആണ്. അതായത് GK, റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് മാത്സ് എല്ലാം 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ടോട്ടൽ 200 മാർക്സ്, 200 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലായിരിക്കും. ആൻഡ് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വരുന്നത് Tier 2 അത് ഇംഗ്ലീഷ് ആണ്, പ്യൂർലി ഇംഗ്ലീഷ് ആണ്. 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്കിന് ഇംഗ്ലീഷ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതല്ല. അപ്പോൾ നമുക്ക് ഏതൊരു ജോലി എടുക്കുകയാണെങ്കിലും ആ ജോലി നമ്മൾ ചൂസ് ചെയ്യാൻ പല പല കാരണങ്ങളുണ്ടാവും. ഇപ്പം പ്രത്യേകിച്ച് യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും പല ആളുകളും ചെറുപ്പം മുതലേ സ്വപ്നം കാണുന്നതായിരിക്കും ഏതെങ്കിലും ഒരു ഫോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പലർക്കും പല ആംബിഷൻസ് ആയിരിക്കും, പല സ്വപ്നങ്ങളായിരിക്കും, പല പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങളൊരു ജോലി ചൂസ് ചെയ്തേക്കാം. എന്നാലും ഇതിനൊക്കെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതിന് കിട്ടുന്ന സാലറി ആൻഡ് പെർക്സ് ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കുന്നത് ഇതിനു വേണ്ടിയുള്ള ഈ ഒരു ജേർണിയിൽ നമുക്കൊരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് CPO എക്സാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ജോലികളും അവയുടെ സാലറി സ്ട്രക്ചേഴ്സും നമുക്കൊന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിലൂടെ ലഭിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഡൽഹി പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആണ്. ആൻഡ് രണ്ടാമത്തത് CAPFൽ സബ് ഇൻസ്പെക്ടർ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സുകളിലുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്. പിന്നെ ഉള്ളത് CISF, അതും ഒരു പാരാമിലിറ്ററി ഫോഴ്സിലുള്ള ASI അല്ലെങ്കിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളാണ്. അതായത് ബേസിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ജോലി ലഭിക്കുന്നത് ഒന്നുകിൽ ഡൽഹി പോലീസിലെ സബ് ഇൻസ്പെക്ടർ, അതല്ലെങ്കിൽ ഏതെങ്കിലും പാരാമിലിറ്ററി ഫോഴ്സസിൽ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്കായിരിക്കും. അതിൽ SI പോസ്റ്റിനാണെങ്കിൽ ഗ്രേഡ് പേ വരുന്നത് 4200 ആണ്. ആൻഡ് CAPFലാണെങ്കിലും ഡൽഹി പോലീസിലാണെങ്കിലും സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും നോൺ ഗസറ്റഡ് ആണ്. പക്ഷേ ഡൽഹി പോലീസ് ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. ആൻഡ് CAPF ആണെങ്കിൽ ഗ്രൂപ്പ് B ആണ് വരുന്നത്. അതിൽ പല പോസ്റ്റുകളും ഗ്രൂപ്പ് B പോസ്റ്റുകളാണ്. ആൻഡ് CISFൽ ASI പോസ്റ്റ് എന്ന് പറയുമ്പം അത് ഗ്രൂപ്പ് C ആണ് വരുന്നത്. ഗ്രേഡ് പേ വരുന്നത് 2800 ആണ്. ഇത് രണ്ടും 4200 ഗ്രേഡ് പേ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്രേഡ് പേയുടെ കേസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഇൻഹാൻസ് സാലറി എങ്ങനെയായിരിക്കും, ബേസിക് പേയും അതിൽ നമുക്ക് വേറെ കിട്ടുന്ന അലവൻസസും അതേപോലെ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് 2 സാലറി സ്ട്രക്ചർ നോക്കാനുണ്ട്. അതായത് ഒന്ന് ഡ്യൂറിങ് ട്രെയിനിങ്ങും രണ്ടാമത്തത് ആഫ്റ്റർ ട്രെയിനിങ് നമ്മൾ പോസ്റ്റിംഗ് ലഭിച്ചതിന് ശേഷം. ഇതൊരു ഫോഴ്സിലോട്ടുള്ള
പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രെയിനിങ് പീരീഡ് വരുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 2 കാറ്റഗറി ജോലിയാണ് വരുന്നതെന്ന് പറഞ്ഞു. ഒന്ന് സബ് ഇൻസ്പെക്ടറും പിന്നെ ഒന്ന് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും. അപ്പോൾ സബ് ഇൻസ്പെക്ടർ അതിൽ ഡിഫറെൻറ്റ് ഫോഴ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഡൽഹി പോലീസ് ആണ്, രണ്ടാമത്തത് BSF അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, അടുത്തത് ITBP അല്ലെങ്കിൽ ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്, അടുത്തത് CISF അതായത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, നെക്സ്റ്റ് CRPF അല്ലെങ്കിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ്, അടുത്തത് SSB അല്ലെങ്കിൽ ശാസ്ത്ര സീമാബാൽ എന്ന് പറയും. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോഴ്സസുകളിലോട്ടുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് ഇതിനൊക്കെ വരുന്ന സാലറി സ്ട്രക്ചർ സെയിം ആണ്. അതായത് ബേസിക് പേ ആയിട്ട്, അതായത് 4200 ഗ്രേഡ് പേ വരുന്നിടത്ത് നമുക്ക് ബേസിക് പേ ലഭിക്കുന്നത് 35,400 രൂപയായിരിക്കും. ആൻഡ് ഡിയറൻസ് അലവൻസ് ആയിട്ട് 17% പറഞ്ഞിരിക്കുന്നത്. അതായത് ബേസിക് പേയുടെ 17% DA ലഭിക്കുന്നതാണ്. പിന്നെ മെസ് അലവൻസ് ഉണ്ട്, വാഷിംഗ് അലവൻസ്, ഇതൊക്കെയാണ് നമുക്ക് അലവൻസസ് ആയിട്ട് വരുന്നത്. ഇത്രയാണ് നമുക്ക് ടോട്ടൽ ലഭിക്കുന്നത് ഡ്യൂറിങ് ട്രെയിനിങ്. ആൻഡ് ഇതിൽ നിന്ന് ഡിഡക്ഷൻ ആയിട്ട് വരുന്നത് നാഷണൽ പെൻഷൻ സ്കീമിലോട്ട് 10%, അതായത് ബേസിക് പ്ലസ് DAയുടെ രണ്ടിൻ്റെയും കൂടെ 10% നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ടോട്ടൽ ഇൻ ഹാൻഡ് നമുക്ക് ലഭിക്കുന്നത് ഡ്യൂറിങ് ട്രെയിനിങ് 40,789 രൂപയായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലോട്ടാണ് വരുന്നത്. ഇനി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 2800 ഗ്രേഡ് പേ വരുന്നത്. അതിൽ ബേസിക് പേ അതുകൊണ്ട് തന്നെ 29,200 ബേസിക് പേ വരുന്നത്. ഡിയറൻസ് അലവൻസ് ബേസിക് പേയുടെ 17% 4,964 രൂപയാണ്. ഇവിടെയും മെസ് അലവൻസും വാഷിംഗ് അലവൻസും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് അതിൽ നിന്ന് അവസാനം ഡിഡക്ഷൻ ആയിട്ട് നാഷണൽ പെൻഷൻ സ്കീമിലോട്ട് 10% ഡിഡക്ഷനും കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് 34,231 രൂപയായിരിക്കും. ഇത് ട്രെയിനിങ് ടൈമിലുള്ള സാലറി സ്ട്രക്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആഫ്റ്റർ ട്രെയിനിങ് നോക്കുകയാണെങ്കിൽ, ട്രെയിനിങ്ങിന് ശേഷം ഞാനിവിടെ നമുക്കറിയാം ഈ ഒരു സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് ഓഫ് സിറ്റിക്കും മാറുന്നുണ്ട്. അതായത് ബേസിക് പേയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന അലവൻസസ് കാര്യങ്ങൾ ഇപ്പോൾ HRA പോലെയുള്ള അലവൻസസിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സിറ്റിയുടേത് മാത്രമാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് സിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടറിൻ്റെ ബേസിക് പേ 35,400 തന്നെയാണ്, ഡിയറൻസ് അലവൻസും സെയിം തന്നെയാണ്. പിന്നെ നമുക്കിവിടെ HRA ആയിട്ട് 8,496 രൂപയോളം കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ TA വരുന്നുണ്ട്. TA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ അലവൻസ് പ്ലസ് ട്രാവൽ അലവൻസിൻ്റെ DAയും വരുന്നുണ്ട്. ട്രാവൽ അലവൻസും ട്രാവൽ അലവൻസിൻ്റെ ഡിയറൻസ് അലവൻസും വരുന്നുണ്ട്. ഇതിലും കൂടെ 3,600 പ്ലസ് 612 അവിടെ ലഭിക്കുന്നതാണ്. പിന്നെ ഡിഡക്ഷൻ ആയിട്ട് വരുന്നത് നമുക്ക് നാഷണൽ പെൻഷൻ സ്കീമിലോട്ട് 4,842 രൂപ, പിന്നെ CGHS അതായത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിലോട്ട് നമുക്ക് 250 രൂപയും ഇൻഷുറൻസ് സ്കീമിലോട്ട് ഒരു 30 രൂപയോളം നമുക്ക് ഡിഡക്ഷൻസ് വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ടോട്ടൽ നമ്മുടെ ഇൻഹാൻഡ് എന്ന് പറയുന്നത്, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഇൻഹാൻഡ് സാലറി ലഭിക്കുന്നത് 49,704 രൂപയായിരിക്കും. ഇത് SIയുടെ സബ് ഇൻസ്പെക്ടർ ഡിഫറെൻറ്റ് പോസ്റ്റസിൽ വരുന്ന സബ് ഇൻസ്പെക്ടറിൻ്റെ ഇൻഹാൻഡ് സാലറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ഏകദേശം ഐഡിയ കിട്ടും. നമുക്ക് 40,000 ഡ്യൂറിങ് ട്രെയിനിങ് കിട്ടിയിരുന്നത് ആഫ്റ്റർ ട്രെയിനിങ് നമുക്ക് കിട്ടുന്നത് സബ് ഇൻസ്പെക്ടറിന് 49,704 രൂപയാണ്. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെയാണ് ഇവിടെ മാറ്റം വരുന്നത്. അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറിനും ആഫ്റ്റർ ട്രെയിനിങ് നമുക്ക് കയ്യിൽ കിട്ടുന്ന സാലറിയിലും വ്യത്യാസം ഏകദേശം വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സാലറി ആൻഡ് ബെനിഫിറ്റ്സിനെ കുറിച്ച്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഡിഫറെൻറ്റ് ഫോഴ്സസിനെ കുറിച്ചും അതിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും, അതേപോലെ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ PSTനെ കുറിച്ചും PATനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പോയി കാണാൻ മറക്കാതിരിക്കുക കേട്ടോ. എൻ്റെ ഒറ്റ കാര്യം കൂടെ പറയാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് SSC CPO ചാമ്പ്യൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം, പഠിത്തം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.